ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് തയ്ക്കുന്നത് ഒരു 35 ഇഞ്ച് ഇടുപ്പളവുള്ള ഒരു ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. ഇത് രണ്ടും കൂടെ ഞാൻ ഒറ്റ വീഡിയോയിലാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് അത് ഇച്ചിരി ലെങ്താണ്, എന്നാലും നിങ്ങൾ കാണണം. ഇതിൻ്റെ ഇടുപ്പളവ് കൈ നീളമൊക്കെ നമുക്ക് കസ്റ്റമറുടെ അനുസരിച്ചാണ് കേട്ടോ. പിന്നെ ബ്ലൗസിൻ്റെ കൈ വണ്ണം നമ്മൾ അളന്നെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടുപ്പളവിൻ്റെ 4/1. അതായത് ഇപ്പോൾ 35 ഇഞ്ചിന് നമ്മൾ ഒറ്റയൊക്കെ ആയതുകൊണ്ട് 36 ഇഞ്ച് വണ്ണം അനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. 36 ഇഞ്ച് വണ്ണം അനുസരിച്ച് എടുത്തിട്ട് അതിൻ്റെ 4/1 എന്ന് പറയുന്നത് 9ആണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടണം, 10 ഇഞ്ച്. ഈ 10 ഇഞ്ച് വണ്ണമാണ് നമ്മൾ ബ്ലൗസിൻ്റെ കൈക്ക് എടുക്കുന്നത്. അതിന് ഏതളവായാലും ഇതാണ് മെത്തേഡ്. അതായത് ഇടുപ്പ് വണ്ണത്തിൻ്റെ 4/1 കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി കൈവണ്ണം എടുക്കണം. അത് കറക്റ്റായിരിക്കും. അത് 35 ഇഞ്ച് ഇടുപ്പ് വണ്ണമായാലും 40 ഇഞ്ച് ഇടുപ്പ് വണ്ണമായാലും അതേ മെത്തേഡിലാണ് ചെയ്യാനുള്ളത്. ഇതാ കൈ അളന്നെടുക്കുന്ന കണ്ടല്ലോ. നമ്മൾ രണ്ട് വശവും അളക്കുക, എന്നിട്ട് 3 ഇഞ്ച് കൈ കുഴിക്കുക. എന്നിട്ട് ഈ ഷേപ്പ് വരുത്താനായിട്ട് ഒരു 1/2 ഇഞ്ച് താഴ്ത്തണം. ഷേപ്പ് ശരിക്കും വരയ്ക്കാൻ അറിഞ്ഞൂടാത്തവർക്കാണ് ഞാനിത് കാണിച്ചു തന്നത്. ഒരു 3 ഇഞ്ച് താഴ്ത്തിയിട്ട് അവിടെ നിന്ന് ഒരു ക്രോസ് വരയ്ക്കുക, എന്നിട്ട് ഒരു 1/2 ഇഞ്ച് താഴ്ത്തി എടുത്ത് വെട്ടുക. ഇത്രയേ ഉള്ളൂ കൈക്ക്. അപ്പോൾ കൈ വണ്ണം എല്ലാവരും സംശയം ചോദിച്ചു, അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഇടുപ്പളവിൻ്റെ 4/1 കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി കൈ വണ്ണം എടുക്കണം. പിന്നെ ഇറക്കം നമുക്ക് ഇടുപ്പളവ് വെച്ച് തന്നെ ഇറക്കം എടുക്കാം. പിന്നെ ഈ അളവ് ബ്ലൗസൊക്കെ ഉള്ളവർക്ക് ഇടുപ്പ് വണ്ണം നമുക്ക് നോക്കിയെടുക്കാം. അപ്പോൾ ഇത് 15.75 ഇടുപ്പ് വണ്ണം കാണിച്ചത്. അപ്പം നമുക്കൊരു 16.5 എടുക്കാം. അതുപോലെ ബ്ലൗസിൻ്റെ വണ്ണം ഇടുപ്പളവിൻ്റെ 4/1 അതിൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടണം. പിന്നെ ചിലർ 3 ഇഞ്ച് കൂട്ടിയാൽ തയ്യൽ തുമ്പ് ഒരുപാട് കിട്ടൂലെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു 1/2 ഇഞ്ച് അത്രേ കൂട്ടാവൂ. അതിൽ കൂടുതൽ കൂട്ടിയാൽ അത് നമ്മുടെ കണക്കിന് തെറ്റായി പോവും. അപ്പോൾ കൈ ലൂസായി പോവും. കൈ ലൂസായാൽ കഴുത്ത്, ആംഹോൾ ലൂസായാൽ കഴുത്ത് ലൂസാവും. അതുപോലെ നമ്മൾ ഷോൾഡർ 5 ഇഞ്ചേ ഷോൾഡർ എടുക്കുകയുള്ളൂ. നിങ്ങൾക്കിപ്പം വിട്ട് ഞാൻ 2 ഇഞ്ചാണ് എടുക്കുന്നത്. പിന്നെ കഴുത്തിറക്കമൊക്കെ കുറവുള്ളവർക്കാണെങ്കിൽ 2.5 ഇഞ്ചും എടുക്കാം. പക്ഷെ അത് സ്ട്രെയിറ്റ് കട്ടാണെങ്കിലാണ് നമ്മൾ 2.5 3 ഒക്കെ എടുക്കുന്നത്. ഇത് ക്രോസ് കട്ടാണ്. ക്രോസ് കട്ടിന് മാക്സിമം 2 എടുത്ത് നിങ്ങൾ വെട്ടുക. വെട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പം കഴുത്ത് അകലം ഇല്ലെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ അകലം വേണമെന്ന് തോന്നിയാൽ തയ്ച്ച് അവസാനമാണ് നമ്മൾ കഴുത്ത് തയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 4 ഇഞ്ചും കൂടെ വെട്ടി ഷേപ്പ് ആക്കാവുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കറക്റ്റ് ആവും. 1/2 ഇഞ്ച് വെട്ടിയാൽ 1/2 ഇഞ്ചും പിന്നെ തയ്യൽ തുമ്പും കൂടെ ആകുമ്പോൾ 3/4 ഇഞ്ച് ചിലപ്പോൾ അത് വൈഡായി പോവും. അതുകൊണ്ട് ഒരു 4 ഇഞ്ച് വെട്ടുക. അത് എത്രത്തോളം നിങ്ങൾക്ക് വൈഡ് കസ്റ്റമർക്ക് വേണോ അതനുസരിച്ച്. പക്ഷെ വെട്ടുമ്പോൾ നമ്മൾ ആദ്യമേ വെട്ടുമ്പോൾ അങ്ങനെ വെട്ടി മലത്തി കളയരുത്. 2 ഇഞ്ചിൽ തന്നെ വെട്ടി നിർത്തുക. അതുപോലെ ആം ഹോള് 6 ഇഞ്ച് എടുക്കുക. അതിന് എത്ര വലിയ ബ്ലൗസ് ആയാലും എത്ര ചെറിയ ബ്ലൗസ് ആയാലും നമ്മൾ 6 ഇഞ്ച് കൈക്കുഴി എടുക്കാവൂ. ഇപ്പോൾ 40 ഇഞ്ചോ 45 ഇഞ്ചോ 48 ഇഞ്ചോ ഒക്കെ ബ്ലൗസ് വണ്ണം ഉള്ളവർക്ക് നമ്മൾ 6 ഇഞ്ച് എടുക്കാവൂ. അതിൽ ഒരു മാറ്റവും വരരുത്. കാരണം വണ്ണത്തിനനുസരിച്ച് നമ്മൾ ആം ഹോൾ അങ്ങ് പോവും. അതുകൊണ്ട് 6 ഇഞ്ച് തന്നെ എടുക്കണം. അതിൽ ഒരു മാറ്റവും വരരുത്. പിന്നെ കൈക്കുഴി ഞാൻ 1 ഇഞ്ച് എടുക്കൂ. 1.5 ഇഞ്ച് എടുക്കണവർക്ക് എടുക്കാം. എന്നിട്ട് ഫ്രണ്ട് വേണമെങ്കിൽ കുറച്ച് കുഴിച്ച് വെട്ടാം. അതായത് ഇതുപോലെ 3 ഇഞ്ച് അപ്പുറം ഇപ്പുറം എടുത്ത് അതിലേക്ക് നമ്മൾ ആ കൈക്കുഴി അടയാളപ്പെടുത്തി തരുന്ന ഒരു മാർക്ക് ചെയ്ത് ഇങ്ങനെയാണ് നമ്മളിത് വെട്ടുന്നത്. ഇത് കറക്റ്റ് ഷേപ്പ് ആവും. അപ്പോൾ ഇങ്ങനെ വെട്ടിയാൽ ആം ഹോളിൻ്റെ പകുതിയും പിന്നെ വണ്ണത്തിൻ്റെ അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് അങ്ങോട്ട് മാറ്റിയെടുത്ത് വെട്ടുക. ഞാനിതിലൊരു കഴുത്ത് ലൂസാകാതിരിക്കാനൊരു ക്ലാസ് ഇട്ടിരുന്നു. അത് കുറേ പേരെങ്കിലും കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാത്തവർ അത് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, ആ ക്ലാസ് ഒന്ന് കാണുക. ഇതുപോലെ പേപ്പർ പാറ്റേണിലാണ് നമ്മൾ ബ്ലൗസ് വെട്ടുന്നത്. അപ്പോൾ പേപ്പർ പാറ്റേണിൽ താഴ്വശത്ത് ഒരു 1/2 ഇഞ്ച് നമ്മൾ വിടണം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അത് തയ്യൽ തുമ്പിലെടുക്കാനാണ്. അത് കട്ടിങ് വെട്ടുമ്പോൾ ഒരു തയ്യൽ തുമ്പ് വരും. അതിന് വേണ്ടിയിട്ട് താഴ്വശത്ത് ഒരു 1/2 ഇഞ്ച് വിട്ട് വേണം പേപ്പർ പാറ്റേൺ വെക്കാനുള്ളത്. നമ്മൾ ഈ പേപ്പർ പാറ്റേണിൽ വെട്ടുന്ന എന്തിനാണെന്ന് വെച്ചാൽ കറക്റ്റ് ഫിറ്റിങ്സിൽ നമുക്ക് ബ്ലൗസ് കിട്ടണം. 2 ഇഞ്ച് വിട്ടേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഇത് പടി വെച്ച് തയ്ക്കുന്നതുകൊണ്ട് താഴെയും 2 ഇഞ്ച് മതി, കൂട്ടരുത്. പിന്നെ തയ്ച്ച് കഴിഞ്ഞിട്ട് വിട്ട് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഷേപ്പ് ചെയ്യാം. അത് വെട്ടുമ്പോൾ ഷേപ്പ് ആദ്യമേ വെട്ടി അങ്ങനെ മലത്തി കളയരുത്.
അതാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്, എല്ലാവരുടെയും വിഷയമാണ് കഴുത്ത് ലൂസായി പോകുന്നത്. അപ്പം ഞാൻ അതിനൊരു ക്ലാസ് ഞാൻ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ശരിക്കൊന്ന് കാണുക. കാണാത്തവർ ഇതുപോലെ പേപ്പർ പാറ്റേണിൽ നമ്മൾ വെട്ടിയെടുക്കണം. ഈ ബാക്ക് വെച്ച് വെട്ടുമ്പോൾ നമുക്ക് കട്ടിങ് ഒക്കെ അതിൻ്റെ കൂടെ തന്നെ വെട്ടിയെടുക്കാൻ പറ്റും, വേറെ വെട്ടണ്ട. ഇത് നമ്മൾ ഇനി നമ്മുടെ കട്ടിങ്ങിൻ്റെ വെട്ടിന് മേളിൽ നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കണം. എന്നിട്ട് 10.5 ഇഞ്ചാണ് ഇത് നമ്മൾ താഴ്ത്തെടുക്കുന്നത്. അവിടെ നിന്ന് 2.5 ഇഞ്ചാണ് നമ്മൾ ഡോട്ട് ഇടാനായിട്ട് എടുക്കുന്നത്. പിന്നെ സൈഡ് 4.5 ഇഞ്ച് ഇതെടുക്കും. കാരണം ഇത് 16.5 ഇഞ്ച് ലെങ്തിൽ ഇറക്കത്തിൽ എടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ ഒരു 4.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ട് സൈഡ് 4.5 ഇഞ്ച് തന്നെ നമ്മൾ എടുത്ത് ഷേപ്പ് ആക്കണം. അതൊരു കെർവ് പോലെ തന്നെ ഷേപ്പ് ആക്കണം കേട്ടോ. ക്രോസിന് ഷേപ്പ് ആക്കല്ല, കെർവ് പോലെ ഷേപ്പ് ആക്കണം. ചിലർ ഒറ്റ ക്രോസ് എടുത്ത് അത് അങ്ങനെ എടുക്കരുത്, കെർവ് പോലെ ഷേപ്പ് ആക്കുക. ഷേപ്പാക്കി ഇതാ ഇതുപോലെ വെട്ടുക. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കളയും. കാരണം നമ്മൾ കട്ടിങ് ഡോട്ട് ഇടുമ്പോൾ അവിടെ കുറവ് വരും. അതാണ് സാധാരണ ചിലർ ഈ ലൈനിങ് ബ്ലൗസിൽ ലൈനിങ് സ്ട്രെയിറ്റ് വെട്ടും, മെയിൻ പീസ് ക്രോസ് വെട്ടും. അങ്ങനെ വെട്ടരുത്, രണ്ടും ക്രോസ് ആയിട്ട് തന്നെ വെട്ടണം. അല്ലെങ്കിൽ ലൈനിങ് അടിയിൽ ചുരുങ്ങി ക്രോസ് വലിഞ്ഞു ഇരിക്കും. അപ്പോൾ കഴുകി കഴിയുമ്പോൾ ബ്ലൗസ് ഇടാൻ പറ്റാണ്ടാവും. അതുകൊണ്ട് നമ്മൾ ക്രോസ് വെട്ടുമ്പോൾ ലൈനിങ് പീസും ക്രോസ് ആയിട്ട് തന്നെ എടുക്കണം. കണ്ടോ, ഇതുപോലെ ക്രോസ് ആയിട്ട് തന്നെ നമ്മൾ ലൈനിങ് പീസും വെട്ടിയെടുക്കണം. ചില ആൾക്കാർ മെയിൻ പീസ് മാത്രം ക്രോസ് വെട്ട്, ലൈനിങ് സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടുക. അങ്ങനെ വെട്ടരുത്, അത് തെറ്റാണ്. ഇതുപോലെ രണ്ട് പീസ് രണ്ട് സൈഡിലേക്കുള്ള വെട്ടിയെടുക്കുക. പിന്നെ നമ്മൾ ആ കട്ടിങ് വെച്ച് നമ്മളിതിന്ന് കട്ടിങ്ങും വെട്ടിയെടുക്കും. ലൈനിങ് ആണ് നമ്മളിപ്പോൾ വെട്ടിയത്. ഇനി മെയിൻ പീസ് വെച്ചിട്ട് നമ്മൾ ഇത് മെയിൻ പീസാണ്, ഇത് വെച്ചിട്ട് കൈ വെട്ടണം. ബോഡിയുടെ ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മൾ ലൈനിങ് പീസ് വെട്ടിയെടുത്തത് വെച്ചിട്ട് വേണം വെട്ടാൻ. ഇതപ്പം വേഗം നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും, എളുപ്പമുണ്ട്. തുണിയൊക്കെ സാരി പീസാകുമ്പോൾ തുണിയൊക്കെ കുറവായിരിക്കും, പക്ഷെ അത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടാൻ പറ്റും. അതിനാണ് ഇങ്ങനെ പാറ്റേൺ വെച്ച് വെട്ടുന്നത്. പിന്നെ ഇതുപോലെ തയ്ച്ചവർക്കൊക്കെ അറിയാം അങ്ങനെ വെട്ടിയാലുള്ള ഗുണം എന്താണെന്ന്. ഇനി നമുക്ക് തയ്ച്ചു തുടങ്ങാം. കട്ടിങ് എല്ലാം കഴിഞ്ഞു, നമുക്ക് കട്ടിങ് തയ്ക്കാം. ഞാനിതിലിട്ടിരുന്ന ക്ലാസ് എത്ര പേര് കണ്ടെന്നറിയില്ല. കാണാത്തവർ തീർച്ചയായിട്ടും ആ ക്ലാസ് കാണണം, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അത് കണ്ടവരൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. കഴുത്ത് ലൂസായി പോകുന്ന ഒരുപാട് പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ക്ലാസ്സാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഈ ചാനലിലൊരു തയ്യലിൻ്റെ ഒരു ബിഗിനേഴ്സിന് വേണ്ടി ഒരു ക്ലാസ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്നതിൽ കമൻ്റായിട്ട് പറയണം. ഇനി ഇത് നമ്മൾ ലൈനിങ് വെച്ച് തയ്ക്കുകയാണ്, ലൈനിങ്ങും മെയിൻ ബേസും കൂടെ വെച്ച് തയ്ക്കുകയാണ്. അപ്പം നമ്മൾ പിന്നെ ആദ്യമേ വെട്ടിയെടുക്കുമ്പോൾ ലൈനിങ് പീസ് ചിലപ്പം കുറച്ച് കൂടുതലോ ലൈനിങ് പീസാണ് നമ്മൾ കറക്റ്റാണ് വെട്ടിയെടുക്കാനുള്ളത് കേട്ടോ. കാരണം സാരി പീസൊക്കെ പിടിച്ചാൽ കിട്ടാത്ത പീസുകളായതുകൊണ്ട് നമ്മളെപ്പോഴും വെട്ടുമ്പോൾ ലൈനിങ് പീസ് കറക്റ്റായിട്ട് വെട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് തയ്ക്കാൻ എളുപ്പമുണ്ട്. രണ്ട് നമ്മൾ തയ്ച്ചെടുത്ത് ഇനി നമ്മൾ ഡോട്ട് ഇടുന്നു. ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ഡോട്ട്. കാരണം ബ്ലൗസിൻ്റെ കപ്പ് കറക്റ്റ് ആവണം. അപ്പം നമ്മളിത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഷോൾഡർ മടക്കുക. എന്നിട്ട് അതുപോലെ താഴെ അറ്റം വരെ മടക്കുക. ഈ മടക്കിന് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഈ ഇതിൽ ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെ മടക്കുമ്പോൾ കപ്പ് എങ്ങനെയാണ്, വലിയ കപ്പുള്ളവർ കുറച്ച് മുമ്പോട്ട് മടക്കുക, ചെറിയ കപ്പുള്ളവർക്ക് കുറച്ച് ബാക്കിലേക്ക് ആക്കി മടക്കുക. മനസ്സിലായില്ലേ? ഇത് അത്യാവശ്യം വലുപ്പമുള്ള കപ്പാണ്. അപ്പോൾ കുറച്ച് മുമ്പോട്ട് മടക്കിയിട്ട് നമ്മൾ ആം ഹോളിലെ ഇതിപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചോണേ.
ആം ഹോളിന്റെ അവിടെ കണ്ടോ, അവിടെ ഇത് ഈ കഴുത്തിന്റെ അവിടെ കൊണ്ടുവന്ന് മുട്ടിക്കണം. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഈ 1 ഇഞ്ച് കുഴിച്ചെടുക്കണതിന്റെയൊക്കെ മെയിൻ കാരണങ്ങൾ ഇതാണ്. അപ്പോഴാണ് അതിന്റെ കറക്റ്റ് പൊസിഷനിൽ വരുന്നത്. കപ്പ് കണ്ടോ, ആ കഴുത്തിന്റെ ഭാഗം ആം ഹോളിന്റെ സൈഡിൽ പോയി ടച്ച് ചെയ്തിരിക്കുന്നുണ്ടോ. ഇതിന് ഇപ്പൊ കപ്പ് ചെറിയ കപ്പുള്ളവർക്ക് കുറച്ചും കൂടെ ബാക്കിലോട്ട് അത് പിടിക്കാം. അതാണ് ഞാനത് കാണിച്ചു തന്നത്. അതാ നമ്മൾ 10.5 ഇഞ്ച് തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് 10.5 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യാണ് ഡോട്ട് ഇടാനായിട്ട്. അത് കഴിഞ്ഞ് അതിന്റെ വിട്ട് നമ്മൾ 1.5 ഇഞ്ച് വിട്ടെടുക്കുകയാണ്. 34 ഇഞ്ച് 35 ഇഞ്ച് ഇടുപ്പ് വണ്ണമാണ്. അപ്പൊ അത്യാവശ്യം വണ്ണമുള്ള ഒരാളാണ്. അതുകൊണ്ട് നമ്മൾ 1.5 ഇഞ്ച് തന്നെ എടുക്കണം, എന്നാലേ ആ കപ്പ് കറക്റ്റ് ആവുള്ളൂ. എന്നിട്ട് ഇതുപോലെ സ്കെയിൽ, കാരണം ഈ ഡോട്ടാണ് ഇതിന്റെ കപ്പ് കറക്റ്റ് ആക്കുന്നത്. അപ്പൊ നമ്മൾ അത് കറക്റ്റ് തന്നെ വളയൊന്നും ചെയ്യരുത്. അതിനാണ് ഒരു സ്കെയിൽ വെച്ച് ഞാൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞത്. വളഞ്ഞൊന്നും പോകാതെ നല്ലവണ്ണം ഈ ഒരൊറ്റ ഡാട്ടാണ് ഇതിന്റെ കപ്പ് പെർഫെക്റ്റ് ആക്കുന്നത്. അതുകൊണ്ട് ആ ഡോട്ട് നിങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഇടണം. വളയെ തിരികെ ഒന്നും ചെയ്യരുത്. അതായത് തുല്യമായിട്ട് പിടിക്കുക. എന്നിട്ട് മടക്കുന്നതാ ആ കഴുത്തിന്റെ ഭാഗം കണ്ടോ, അത് ആ ഷോൾഡറിന്റെ അവിടെ ചെന്ന് മുട്ടണം. ഇനി അത് കപ്പ് ചെറുത് മതിയെങ്കിൽ ഈ അടിഭാഗം കുറച്ച് ബാക്കിലോട്ട് പിടിച്ച് ഡോട്ട് ഇട്ടാൽ മതി. അപ്പൊ ചെറിയ കപ്പാവും. വലിയ കപ്പാവണം ഇച്ചിരി കൂടെ, 1/2 ഇഞ്ചും കൂടെ ഫ്രണ്ടിലേക്ക് പിടിച്ചാൽ കുറച്ചും കൂടെ വലിയ കപ്പാവും. 1.5 ഇഞ്ച് നമ്മൾ വിട്ടില് സ്ട്രെയിറ്റ് ആയിട്ട്, നിങ്ങൾക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തി ആ സ്ട്രെയിറ്റ് കിട്ടൂല എന്നുണ്ടെങ്കിൽ സ്കെയിൽ വെച്ചൊരു വര വരച്ചിട്ട് തന്നെ ഇടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കാരണം ഇതാണ് നമ്മളെ ഈ മെയിൻ കപ്പിന്റെ ശരിക്കുള്ള ഡാട്ട്. ഇതാണ് ക്രോസ് കട്ടിന്, ഇതാണ് ഈ ഒറ്റ ഡാട്ട് മതി, കപ്പ് കറക്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ബാക്കി ആം ഹോള് കഴുത്ത് ഒക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയാണ് ബാക്കി ഡോട്ടുകൾ നമ്മൾ കറക്റ്റായി ഇടുന്നത്. 2 അടി അടിച്ച് ആ സ്ട്രെയിറ്റ് ഒന്ന് കറക്റ്റ് ആക്കി, ചിലപ്പോൾ ആദ്യം അടിക്കുമ്പോൾ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറിയൊക്കെ ഇരിക്കും. അത് 2ാമത്തെ അടിയിൽ കറക്റ്റ് ചെയ്ത് അടിക്കണം. ഇനി ആം ഹോളിന്റെ ഡോട്ട് നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു വിരൽ വെച്ച് പിടിക്കുമ്പോൾ അവിടെ ആ ഡോട്ട് അങ്ങനെ കറക്റ്റാ വരും കേട്ടോ. അത് പിടിച്ചിട്ട് അങ്ങനെ അങ്ങ് അടിച്ചാൽ മതി. അതിന് പ്രത്യേകം നമ്മൾ അടയാളപ്പെടുത്തുകയൊന്നും വേണ്ട. എന്നിട്ട് നമ്മൾ ആ താഴത്തെ ഡോട്ട് ഇട്ടതിൻ്റെ അവിടെ നിന്ന് മേലോട്ട് 2 ഇഞ്ച്, വലിയ കപ്പൊക്കെ ഉള്ളവർക്ക് 2.5 ഇടാം കേട്ടോ. ഇത് മീഡിയം ആണ്, സാധാരണ ഉള്ളൂ, അതുകൊണ്ടാണ് 2 ഇട്ടേക്കുന്നത്. അപ്പൊ എല്ലാ ബ്ലൗസും ഒരേ അളവിനും ഒരേ തൂക്കത്തിനും അല്ല എന്ന് മനസ്സിലായില്ലേ. ഓരോരുത്തരുടെ കപ്പ് ബ്രസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ ഡോട്ട് ഇടാനുള്ളത്. ഇത് കണ്ടോ, ഇതിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഈ ഡോട്ട് ഇങ്ങനെ വരും. അതങ്ങനെ പിടിച്ചെടുത്തിട്ട് നമ്മൾ ആ 2 ഇഞ്ച് മേളിലോട്ട്, ആ തയ്യലിന്റെ അവിടെ നിന്ന് 2 ഇഞ്ച് മേളിലോട്ടാക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ഒക്കെയാണ് നമ്മൾ ആം ഹോൾ. വലിയ കപ്പൊക്കെ ഉള്ളവർക്ക് 1/2 ഇഞ്ച് എടുക്കുക, ഇല്ലെങ്കിൽ 1/4 ഇഞ്ചൊക്കെ മതി. ഇനി ഫ്രണ്ടിലത്തെ ഡോട്ടാണ്, നെഞ്ചിപ്പട്ടയോടത്തെ ഡാട്ടാണ്. അത് തുല്യമായിട്ട് പിടിക്കുക. എന്നിട്ട് ഒരു 2 ഇഞ്ച്, 1/4 ഇഞ്ച് വിട്ടിൽ ഒരു 2 ഇഞ്ച് മാറ്റി ഡാട്ടിടണം. ഇത്രയേ ഉള്ളൂ. നമ്മളെ ബ്ലൗസിന്റെ ഫ്രണ്ട് കപ്പിന്റെ ഡോട്ട് കഴിഞ്ഞു. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു ഡോട്ടിന്റെ ഒരു ബ്ലൗസിന്റെ കപ്പ് നിങ്ങൾക്ക് വേറെ ഒരു രീതിയിലും തയ്ക്കാൻ പറ്റൂല. നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇതുവരെ തയ്ക്കാത്തവര് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം ഭംഗിയായിട്ടിരിക്കും എന്നുള്ള കാര്യം. ഇനി നമുക്ക് കട്ടിങ് വെച്ചേക്കണം. അപ്പോഴിങ്ങനെ ഒരു കയറി ഇറങ്ങി കിടക്കുക, അത് നമുക്കിങ്ങനെ ചരിച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട്, ഇതിൽ ഒരുപാട് വീഡിയോസ് കട്ടിങ്സും ക്ലാസ്സും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കാണണം. കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കണം.
ആദ്യം 1-2 തയ്ക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾ തയ്ച്ച് നോക്കുക. ഇതിലൊരുപാട് പേര് നല്ല നല്ല കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ബ്ലൗസ് തയ്ക്കുക. ഒരിക്കലും നിങ്ങൾക്ക് ബ്ലൗസ് പിന്നെ ആരും നിങ്ങളെ ബ്ലൗസ് തയ്ക്കുന്നതിന് കുറ്റം പറയില്ല. കഴുത്തായാലും കപ്പായാലും ഒക്കെ നല്ല കറക്റ്റ് ബോഡി ഫിറ്റിങ്സിൽ തന്നെ നിങ്ങൾക്ക് ബ്ലൗസ് തയ്ച്ചെടുക്കാൻ പറ്റും. ഈ കട്ടിങ്സ് വെച്ച് തയ്ക്കുമ്പോൾ നമ്മൾ ഈ ഡോട്ടൊക്കെ ഒന്ന് പിടിച്ച് മാറ്റി തയ്ക്കണം. ഡോട്ടിൽ നമ്മൾ അടി വീഴരുത്. നമ്മളെ കപ്പൊക്കെ പെർഫെക്റ്റ് ആയിരിക്കാനുള്ള കുറേ കാര്യങ്ങൾ അതിലുണ്ട്. ഇനി ഞാൻ വേറൊരു ക്ലാസ് തരുന്നുണ്ട്. കപ്പ് എങ്ങനെയാണ് എത്ര പെർഫെക്റ്റ് ആയിട്ട് തയ്ക്കുന്നത് എന്നുള്ളൊരു ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. കഴുത്ത് ലൂസാകാതിരിക്കാനുള്ള ക്ലാസ്സാണ് ഞാൻ ഇട്ടേക്കുന്നത്. ക്ലാസ് എല്ലാവരും ഒന്ന് കാണണം. അതുപോലെ ഒരുപാട് വീഡിയോസ് ഞാൻ ബ്ലൗസിൻ്റെ തന്നെ ഇട്ടിട്ടുണ്ട്. ബ്ലൗസാണ് നമുക്ക് എല്ലാവർക്കും തയ്ച്ചാൽ പ്രശ്നമാകുന്നത്. അതുകൊണ്ടാണ് ബ്ലൗസിൻ്റെ വീഡിയോകൾ വീണ്ടും വീണ്ടും ഞാൻ ഓരോ അളവിനുള്ളത് ഞാൻ ഇടുന്നത്. ഇത് മറ്റുള്ളവർ തയ്ക്കും പോലെ ഉള്ള തയ്യലല്ലാത്തതുകൊണ്ടാണ് എല്ലാ അളവിനുള്ള ബ്ലൗസും ഞാൻ ഇടുന്നത്. ഇനി നമുക്ക് നെഞ്ചിപ്പട്ട വെച്ച് അടിക്കാം. ഇതിൽ നെഞ്ചിപ്പട്ട അടിക്കുന്നതും പ്രത്യേകതയുണ്ട്. ഈ ഡോട്ടൊക്കെ പിടിച്ച് പരത്തി വെക്കണം. ഒരു സൈഡിലേക്ക് ആകരുത് കേട്ടോ. ഇതിൽ നെഞ്ചിപ്പട്ട 2 സൈഡിലേക്ക്, അതായത് നെഞ്ചിപ്പട്ട എന്ന് പറഞ്ഞാൽ പടി 2 സൈഡിലേക്കും, അതായത് ഹൂക്ക് വെക്കുന്നതും ഐ വരിയുന്നതുമായ 2 സൈഡിലേക്കുള്ളതും നമ്മൾ കൊടുത്തടിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ എല്ലാവരും ഒരു സൈഡ് ബോഡിയിലേക്ക് ചരിച്ചടിക്കും. പക്ഷേ ഇതങ്ങനല്ല. ഇതിങ്ങനെ നമ്മൾ കൊടുത്തടിക്കുക. അതിലേക്ക് തന്നെ കണ്ടോ, ആ തയ്ച്ച തയ്യൽ തുമ്പിലേക്ക് തന്നെ നമ്മൾ കൊടുത്തടിക്കുകയാണ് ചെയ്യണത്. ബോഡിയിലേക്ക് മടക്കി അടിക്കുകയല്ല ചെയ്യുന്നത്. അതാണ് ഈ ബ്ലൗസിൻ്റെ കറക്റ്റ് കണക്ക്. കപ്പ് 2 സൈഡുള്ള കപ്പും കറക്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ചിലരൊക്കെ വന്ന് പറഞ്ഞു ബ്ലൗസ് തയ്ക്കുമ്പോൾ ഒരു കപ്പ് ചെറുതായി പോകുന്നു, ഒരു കപ്പ് വലുതാണെന്നൊക്കെ. അതിൻ്റെ മെയിൻ കാര്യം ഈ പടി അടിക്കുന്നതാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഹൂക്ക് വെക്കുന്നതാണ് ഈ കാണിക്കുന്നത്. കറക്റ്റ് ആയിരിക്കണം. ആദ്യത്തെ ഹൂക്കുകൾ ഒന്ന് കട്ടിങ്ങിൻ്റെ നടുക്ക്, ഒന്ന് കട്ടിങ് തുടങ്ങുന്നിടത്ത്, പിന്നെ ഒന്ന് ഡോട്ട് ഇടുന്നതിൻ്റെ നേരെ. അങ്ങനെയാണ് നമ്മൾ ഇതിൽ ഹൂക്ക് വെച്ച് പിടിപ്പിക്കുന്നത്. കണ്ടോ, ആ 3 ഹൂക്കും കറക്റ്റ് ആയിരിക്കണം. എന്നാലേ കപ്പ് നല്ല കറക്റ്റ് ടിപ്പിന് നിൽക്കുള്ളൂ. നമ്മൾ ഹൂക്ക് പിടിച്ചിടുമ്പോൾ ബാക്ക് ഡോട്ട് ഇടാൻ പോവാണ്. ബാക്ക് ഡോട്ട് നിങ്ങളെല്ലാവരും 4 ഇഞ്ച് അങ്ങനല്ല എടുക്കാനുള്ളത് കേട്ടോ. നമ്മൾ എത്ര ഹൈറ്റിലാണോ കട്ടിങ്സ് എടുക്കുന്നത് അതേ ഹൈറ്റിൽ നമ്മൾ ബാക്ക് ഡോട്ട് എടുക്കണം. അത് 1/4 ഇഞ്ചിലോ 1/2 ഇഞ്ചിലോ ഒക്കെ എടുക്കാം. നല്ല വണ്ണം ഉള്ളവർക്ക് 1/2 ഇഞ്ചിലെടുക്കാം, കുഴപ്പമില്ല. ആ വണ്ണം കുറഞ്ഞവരാണെങ്കിൽ 1/4 ഇഞ്ചിലെടുത്താലും മതി. അത് മടക്കുന്നതൊക്കെ ഇതുപോലെ ആം ഹോളിൻ്റെ സൈഡിൽ മടക്കി ഇങ്ങനെ നമ്മൾ ഇതാണ് കണക്ക്. ഞാനിത് കാണിച്ചു തരുന്നത്. നമ്മൾ അളക്കുമ്പോൾ 4.5 ഇഞ്ചാണ് എടുത്തത്. ആ 4.5 ഇഞ്ച്. ഇനി 5 ഇഞ്ച് ഹൈറ്റിലാണെങ്കിൽ 5 ഇഞ്ച് ഹൈറ്റിൽ തന്നെ എടുക്കണം. 18 ഇഞ്ച് ഇറക്കമുള്ള ബ്ലൗസൊക്കെ നമ്മൾ തയ്ക്കുമ്പോൾ കട്ടിങ്ങിൻ്റെ അളവ് 6 ഇഞ്ചൊക്കെ പോവും. അപ്പോൾ അതേ 6 ഇഞ്ച് ഹൈറ്റിൽ തന്നെ നമ്മൾ ഡോട്ടും എടുക്കണം. ഇനി പട്ട വെച്ച് തയ്ക്കുകയാണ്. ഇത്തിരി അത്യാവശ്യം വീതിക്ക് 2 ഇഞ്ച് വീതിക്കെങ്കിലും പട്ട വെച്ച് തയ്ക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ബാക്ക് കയറി പോവും. പലരും പറയുന്നുണ്ട് ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ ബാക്ക് കയറി പോകുന്നു. അതിന്റെ പ്രധാന കാരണം ഒന്ന് ഇറക്കം കുറഞ്ഞു പോകുന്നുണ്ട്. രണ്ടാമത് ഇതുപോലെ ചെറിയ പട്ട വെച്ചടിക്കുക. അപ്പോൾ താഴെ പിടുത്തം കിട്ടൂല. അതാണ് മേലോട്ട് കയറി പോകുന്നത്. പിന്നെ ഞാനൊരു സ്റ്റിച്ചിങ് ക്ലാസ് തുടങ്ങിയാലാന്ന് ആലോചിക്കുന്നുണ്ട്. അത് സാധാരണ എല്ലാവരും ക്ലാസ് എടുക്കും പോലെ 150 അളവുകളൊന്നും അല്ല. നിങ്ങൾക്ക് തയ്ക്കണം, അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. ആ രീതിയിലായിരിക്കും എൻ്റെ ക്ലാസ്. നമ്മൾ ഇത് വെച്ച് ജോയിൻ ചെയ്യണം. അപ്പോൾ കഴുത്ത് കറക്റ്റ് ആയിരിക്കണം വെക്കുന്നത് കേട്ടോ. ഷോൾഡറിൻ്റെ അവിടെ ചിലപ്പോൾ കൂടിയോ കുറഞ്ഞോ ഇരിക്കും, അത് പ്രശ്നമില്ല. അത് നമുക്ക് കൈ വെച്ച് പിടിപ്പിക്കാൻ നേരത്ത് കട്ട് ചെയ്ത് ലെവൽ ചെയ്യാം. പക്ഷെ കഴുത്ത് കറക്റ്റായിട്ട് പിടിക്കണം. ഇല്ല, കഴുത്ത് എൻ്റെ അവിടുത്തെ കയറി ഇറങ്ങരുത്, കാരണം കഴുത്ത് ലൂസായി പോകും. ഇനി നമുക്ക് ഇതിൻ്റെ ജോയിൻ ചെയ്യാനുള്ള അടയാളപ്പെടുത്താം. അതായത് നമ്മൾ എത്രയാണോ നമ്മളെ ഇടുപ്പളവ് അതിൻ്റെ 4/1 കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടണം. അതായത് ഇപ്പോൾ ഇത് 35 പക്ഷെ 36 നമ്മൾ കണക്കാക്കിയാണ്. അപ്പോൾ 9, അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി 10 ഇഞ്ച്. 10 ഇഞ്ച് നമ്മൾ 2 സൈഡിലും പിന്നെ ബാക്കും അടയാളപ്പെടുത്തി എടുക്കുകയാണ്.
ഒരു പക്ഷെ ഇങ്ങനെ ഒരു തയ്യൽ നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയായിരിക്കും. ഇത് നമ്മൾ ബാക്ക് വശത്തുനിന്ന് സെൻറ്റർ ഭാഗത്തുനിന്ന് സൈഡിലേക്കാണ് അളക്കുന്നത്. 10 ഇഞ്ച് രണ്ട് സൈഡിലും അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഈ ആ ബാക്കും ഫ്രണ്ടും കൂടെ ജോയിൻറ്റ് ചെയ്യാം. ആ ജോയിൻറ്റ് ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചിട്ട് പകുതി വരെ മൊത്തം ഫുള്ള് ജോയിൻറ്റ് ചെയ്യരുത്. ഇത്ര ഭാഗം ജോയിൻറ്റ് ചെയ്ത് നിർത്തുക. കാരണം ബാക്കി നമുക്ക് കൈ വെച്ച് പിടിപ്പിച്ചിട്ട് ജോയിൻറ്റ് ചെയ്യണം. അതുപോലെ ഇവിടെയൊക്കെ കറക്റ്റ് പിടിക്കണം കേട്ടോ. ഇങ്ങനെ കറക്റ്റ് പിടിച്ച് അത്ര ഭാഗം ജോയിൻറ്റ് ചെയ്യാവും. ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കൈക്കുഴിയെല്ലാം ലെവലാക്കിയതിന് ശേഷം കൈ വെച്ച് പിടിപ്പിക്കുമ്പോൾ ഫുള്ളായിട്ട് ജോയിൻറ്റ് ചെയ്യാം. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യണത്. പലരും ചോദിച്ചു കൈ വെച്ച് പിടിപ്പിച്ചിട്ട് ജോയിൻ ചെയ്താൽ പോരെ എന്നൊക്കെ പലരും ചോദിച്ചു. അത് പോരാ. അതിന്റെ കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന്. ഇത്രയും ഭാഗം ജോയിൻ ചെയ്ത് അങ്ങനെ നിർത്തുക. എന്നിട്ട് ഇവിടെ കുറച്ച് ആ വേസ്റ്റ് അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കണം. അതുപോലെ ആം ഹോളിന്റെ അവിടെ കയറി ഇറങ്ങിയും കിടക്കുന്നെങ്കിൽ അതും കട്ട് ചെയ്ത് നമ്മൾ ലെവലാക്കണം. അതുപോലെ കഴുത്തിന്റെ അവിടെ പിടിച്ചു വെച്ച് നോക്കണം. ഷോൾഡറിന്റെ അവിടെ എങ്ങനെ അങ്ങോട്ട് രണ്ടായിട്ട് കിടക്കുകയാണെങ്കിൽ ബാക്കും ഫ്രണ്ടും രണ്ടായിട്ട് കിടക്കുകയാണെങ്കിൽ അതും കട്ട് ചെയ്ത് കറക്റ്റ് ആക്കണം. രണ്ട് സൈഡും അതുപോലെ ഇവിടെ ഒരു ശകലമുണ്ട്, അതിങ്ങനെ കട്ട് ചെയ്ത് ഒഴിയുക. ആം ഹോളിൻ്റെ അവിടെ കണ്ടോ ഒരു ശകലം വേസ്റ്റ്, അതിങ്ങനെ കട്ട് ചെയ്യുക. അതുപോലെ ഷോൾഡറിൻ്റെ അവിടെ കണ്ടോ അവിടെ ഒരു ശകലമുണ്ട്, അതും കട്ട് ചെയ്ത് കറക്റ്റ് ആക്കുക. എന്നിട്ട് വേണം ഇനി കൈ വെച്ച് പിടിപ്പിക്കാനുള്ളത്. കൈ നമ്മൾ ലൈനിങ് വെച്ച് പിടിപ്പിക്കുകയാണ്. നമ്മൾ കൈ വണ്ണം എടുക്കുന്ന എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്. നമ്മളെ ഇടുപ്പ് വണ്ണത്തിന്റെ 4/1, അതിൻ്റെ കൂടെ 1 ഇഞ്ച്. അതായത് 36 ഇഞ്ച് ഇടുപ്പ് വണ്ണമാണെങ്കിൽ അതിൻ്റെ 4/1 9, അതിൻ്റെ കൂടെ 1 ഇഞ്ച് 10 ഇഞ്ച് വണ്ണത്തിലാണ് നമ്മൾ കൈവണ്ണം എടുക്കാനുള്ള. അത് കറക്റ്റ് ആയിരിക്കും, ഒട്ടും കുറയോ കൂടുകയോ ചെയ്യൂല. പക്ഷെ ഇതിപ്പോ 35 ഇഞ്ചാണ്, എന്നാലും നമ്മൾ 1 ഇഞ്ച് ഇതിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട്. കാരണം 36ലാണ് നമ്മൾ കട്ട് ചെയ്തേക്കണത്. ഇതിലെന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ഇനി അടുത്തതൊരു കട്ടോരിയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഈ ബ്ലൗസുകളൊക്കെ ഞാൻ എൻ്റെ കസ്റ്റമർക്ക് തുന്നി കൊടുക്കുന്നതാണ് കേട്ടോ, അല്ലാതെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഇടുന്നതല്ല. പലപ്പോഴും എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, വീഡിയോയ്ക്ക് വേണ്ടി അല്ല ഞാൻ ഈ ബ്ലൗസ് നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ ഈ കൈക്കുഴിയൊക്കെ തയ്ക്കുമ്പോൾ ഒരു ശകലം ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ വെട്ടിയാൻ കളയണം. ഒരു ഷേപ്പ് നമ്മൾ ഓൾറെഡി ഷേപ്പിലാണ് അത് ആദ്യമേ വെട്ടുന്നത്, എന്നാലും തയ്ക്കാൻ നേരത്ത് നമ്മൾ ഒരു ശകലം കൂടെ വെട്ടിയാൽ കുറച്ചും കൂടെ ഒന്ന് ഒതുങ്ങിയിരിക്കും. ഇനി കൈ വെച്ച് പിടിപ്പിക്കാം. അത്യാവശ്യം ഞാൻ ഈ പറയുന്നതും കാണിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ചിലർക്ക് ഇത് അങ്ങോട്ട് ഈ കണക്കുകൾ അധികം ഇല്ലാത്തതുകൊണ്ട്, കണക്കല്ല നമുക്ക് പ്രധാനം. നമുക്ക് പ്രധാനം എന്ന് പറഞ്ഞാൽ തയ്ക്കുക എന്നുള്ളതാണ്. അതിൽ ഒരുപാട് കണക്കായാൽ എല്ലാവർക്കും കൺഫ്യൂഷൻ വരും. കൺഫ്യൂഷനിൽ നമ്മളെ തയ്യൽ എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ, ഒരേ ബോഡി അല്ലല്ലോ. ഇപ്പൊ ഒരളവ് തന്നെങ്കിൽ പോലും ബോഡി വ്യത്യാസമാണ്. ഇപ്പൊ 36 ഇഞ്ച് ഇടുപ്പളവുള്ള ഒരാളിന്റെ പല സൈസ് ബോഡിയാണ്. ചിലർക്ക് കപ്പ് വലുതായിരിക്കും, ചിലർക്ക് മെലിഞ്ഞതായിരിക്കും, ചിലർക്ക് ഹൈറ്റ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വിരിവുള്ളവർക്കായിരിക്കും. അങ്ങനെ പല സൈസാണ്. ഈ 36 ഇഞ്ച് അളവെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ രീതിയിലല്ല, മനസ്സിലായി. അപ്പൊ എല്ലാവർക്കും ഒരേ രീതിയിൽ തയ്ക്കത്തക്ക വണ്ണമാണ്. എല്ലാവരുടെ ബ്ലൗസും നമുക്ക് തയ്ച്ചു കൊടുക്കണം. അതിനാണ് ഞാൻ ഈ മെത്തേഡ് കണ്ടുപിടിച്ചതും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓരോ അളവും നമുക്ക് കാണുമ്പോൾ അറിയാം, ഓരോരുത്തരെ നെഞ്ച് അളവ് കൂടുതലും കുറവ്. 36 ഇഞ്ച് ഇടുപ്പ് വണ്ണമുള്ള ഒരാളിന് 46 ഇഞ്ച് നെഞ്ച് വണ്ണം മതി, ചിലർക്ക് 47 വേണം, ചിലർക്ക് 48 വേണം. അപ്പൊ ഈ കണക്കും കൊണ്ടിരുന്നാൽ നമുക്ക് പറ്റൂല. ഇനി നമുക്ക് കൈയും ഫുള്ള് ബോഡിയായിട്ട് ജോയിൻ ചെയ്യാം. അത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താൽ മതി, അളവൊന്നും വേണ്ട. ഒന്ന് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അടുത്തൂടെ
താഴേക്ക് അടിച്ച് ജോയിൻ ചെയ്ത് ഫുള്ളാക്കാം. അതിൽ കൂടെ ചേർത്തടിക്കുക, അല്ലെങ്കിൽ അതൊന്ന് കുറച്ച് വിട്ട് മാറ്റി അടിക്കുക, എങ്ങനെ വേണമെങ്കിലും അടിക്കാം. രണ്ട് സൈഡും അതുപോലെ നമ്മൾ ഫുള്ള് ജോയിൻ ചെയ്യുകയാണ്. നെഞ്ചളവില്ലാതെ പലർക്കും ബ്ലൗസ് എങ്ങനെ തയ്ക്കും എന്നൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇത് നമുക്ക് കൈവണ്ണം അളന്നെടുക്കാം. അതെ, 5.5 ഇഞ്ച് കൈവണ്ണമാണ് അവർക്ക് വേണ്ടിയത്. നമുക്ക് 6 ഇഞ്ചിൽ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക, എന്നിട്ട് 6 ഇഞ്ചിൽ ആദ്യത്തെ തയ്യൽ തയ്ക്കുക. ചിലർക്ക് ഈ 35 ഇഞ്ച് വണ്ണമുള്ളവർക്ക് കൈവണ്ണം 6.5 വേണ്ടി വരും. താഴെ ഭാഗം ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ 1/4 ഇഞ്ചോ ഒക്കെ വെച്ച് 1/2 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്, കാരണം 1 ഇഞ്ചേ നമ്മൾ കൂട്ടിയിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് ആം ഹോളിലോട്ട് ചരിച്ച് മടക്കുക. എന്നിട്ട് താഴ്ഭാഗം നമ്മൾ 1/2 ഇഞ്ച് മടക്കിയിട്ടുണ്ട്, അത് ആ ബോഡിയിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മടക്കണം, ചരിക്കരുത്. അത് നേരെ മടക്കി ഇങ്ങനെ ഒന്ന് നഖം കൊണ്ടൊന്ന് മാർക്ക് ചെയ്യുക. ഇനി വണ്ണം അളന്ന് നെഞ്ചുവണ്ണം അളക്കണമെന്നുള്ളവർക്ക് ഇതാ ഇതുപോലെ എത്രയാണോ നെഞ്ചുവണ്ണം അതുപോലെ അളന്ന് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തയ്ക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു തയ്യൽ മെത്തേഡ് ഇതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചരിച്ച് മടക്കി അളന്നെടുക്കണം. പക്ഷെ ഇത് കറക്റ്റാണ്, ഇത് കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ നെഞ്ചുവണ്ണം നിങ്ങൾ അളന്ന് കസ്റ്റമറിൽ നിന്ന് അളന്നെടുത്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ അടിക്കാം, അല്ലെങ്കിൽ എൻ്റെ മെത്തേഡിൽ തന്നെ അടിച്ചിട്ട് നിങ്ങൾ കസ്റ്റമർക്ക് ഇട്ട് നോക്കാൻ കൊടുക്കണം. കറക്റ്റ് ആണെങ്കിൽ ആ അളവിൽ തന്നെ നിങ്ങൾ പിന്നെയും തയ്ക്കണം. ഇത് മറ്റേ സ്ഥലത്തും തയ്ച്ചു കൊണ്ടുവരുന്ന നെഞ്ചളവും കഴുത്തൊന്നും ആയിരിക്കൂല, അത് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കൂല. രണ്ട് സൈഡും നമ്മൾ അതുപോലെ 1/2 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ മടക്കി ഇതുപോലെ മടക്കി താഴെ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് മടക്കണം കേട്ടോ, അത് വളയരുത്. എന്നിട്ട് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ അടിക്കുക. ഇനി കൈവണ്ണം ഇതിലും കുറച്ച് മതി എന്നുള്ളവർക്ക് നമുക്ക് ബോഡി കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കൈവണ്ണം വീണ്ടും നമുക്ക് കൈവണ്ണം മാത്രമായിട്ടും കുറച്ചെടുക്കാം. ഇനി നമുക്ക് അതൊന്ന് ഇടുപ്പളവ് ഒന്ന് അളന്ന് നോക്കാം. ഏകദേശം ഒരു 3 ഇഞ്ചിൻ്റെ അടുത്ത് നമുക്ക് അടിച്ച് കുറയ്ക്കണം. നമുക്ക് രണ്ട് സൈഡിൽ ഒരു 3/4 ഇഞ്ച് വീതം, 3/4 ഇഞ്ച് അപ്പോൾ 1.5 ആയി, അപ്പുറത്തെ സൈഡും 1.5, അപ്പോൾ 3 ഇഞ്ചായി. 3/4 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം. ഇവിടെ 1/2 ഇഞ്ചാണ് നമ്മൾ കൈയുടെ അവിടെ. എന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് താഴെ നിന്ന് മടക്കുക. നെഞ്ചുവണ്ണം നിങ്ങൾക്ക് ടേപ്പ് എടുത്ത് അളന്ന് നിങ്ങൾക്ക് കറക്റ്റ് എത്രയാണെന്ന് നെഞ്ചുവണ്ണം നോക്കിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അങ്ങനെ അടിക്കുക. ഞാനിതിപ്പോൾ ഇങ്ങനെ മടക്കി അടിക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് നെഞ്ചുവണ്ണം അളന്നിട്ട് കറക്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അടിക്കാം. പക്ഷെ അളവ് കൊണ്ടുവരുന്ന നെഞ്ചുവണ്ണം കഴുത്ത് ലൂസൊക്കെ ആണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കൂല. പക്ഷെ നിങ്ങൾ തന്നെ അടിച്ച് കറക്റ്റ് ആക്കിയ ബ്ലൗസ് ആണെങ്കിൽ നിങ്ങൾക്ക് നെഞ്ചുവണ്ണം നോക്കിയിട്ട് അടിക്കാം കേട്ടോ. ഇത് ഞാൻ ഈ കൊണ്ടുവന്ന അളവ് ബ്ലൗസ് ഇത് ഞാൻ തയ്ച്ചതല്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ നെഞ്ചുവണ്ണം ഞാൻ അളന്ന് നോക്കുന്നില്ല. ഇത് ഞാൻ കസ്റ്റമർക്ക് കൊടുത്ത് കസ്റ്റമർ ഇട്ട് നോക്കിയിട്ട് നെഞ്ചുവണ്ണം കൂടുതലോ കുറവോ ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കറക്റ്റ് ചെയ്യും. അവർ കൊണ്ടുവരുന്ന ബ്ലൗസിൻ്റെ നെഞ്ചുവണ്ണം ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. ഇതുപോലെ ഞാൻ ഇങ്ങനെയാണ് തയ്ക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്കും തയ്ക്കാം. നിങ്ങളുടെ മെത്തേഡിൽ തയ്ക്കുമ്പോൾ ഇതുപോലെ തയ്ച്ചിട്ട് ജസ്റ്റ് കസ്റ്റമർക്ക് ഇട്ട് നോക്കാൻ കൊടുക്കും. അപ്പോഴും ഒരു പക്ഷേ വണ്ണം കൂടുതലോ അല്ലെങ്കിൽ വണ്ണം കുറവോ ആണെങ്കിൽ പിന്നീട് നിങ്ങൾ കറക്റ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. രണ്ടാമത് നിങ്ങൾ തയ്ക്കുമ്പോൾ നിങ്ങൾ തയ്ച്ചു കൊടുത്ത തയ്യൽ അളവാണ് കൊണ്ടുവരുന്നെങ്കിൽ വിഷയമില്ല, അത് നിങ്ങൾക്ക് നെഞ്ചുവണ്ണം നോക്കി തന്നെ തയ്ക്കാം. ഇനി കഴുത്ത് വെച്ച് പിടിപ്പിക്കണം. കഴുത്ത് നമ്മൾ രണ്ട് സൈഡും പിടിച്ച് നോക്കി കയറി ഇറങ്ങിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് വേണം കഴുത്ത് വെച്ച് പിടിപ്പിക്കാൻ. ഇതുപോലെ ക്രോസ് തുണി നമ്മളെടുത്ത് ഒറ്റ തുണിയായിട്ട് എടുക്കരുത്, 2-3 പീസ് നമ്മൾ ചേർത്ത് വെച്ച് തയ്ച്ച് തന്നെ എടുക്കണം. ചെറിയ ചെറിയ പീസുകൾ ചേർത്ത് വെച്ച് തയ്ച്ച് തന്നെ നമ്മൾ ഈ കഴുത്ത് വെച്ച് പിടിപ്പിക്കാനുള്ള തുണി എടുക്കാനുള്ളത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കഴുത്ത് ഇവിടെ
കത്രിക വെച്ച് ഇത് അങ്ങേറ്റം ഇങ്ങേറ്റം എല്ലാവരും കട്ടിടും ഇങ്ങനെ. പക്ഷെ കട്ട് ചെയ്യരുത്. കട്ട് ചെയ്താൽ കഴുത്ത് ലൂസായി പോകും. ഓരോ കട്ടിനും ഇത്ര മില്ലിമീറ്റർ വെച്ച് ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞു പോകും. കാരണം ഇത് ക്രോസ് ആണ്. ക്രോസ് ബ്ലൗസ് ഒരിക്കലും അങ്ങനെ കട്ട് ചെയ്തിടരുത്. ഇതുപോലെ മടക്കി ചെറിയതായിട്ട് ഇങ്ങനെ മടക്കണം. അപ്പോൾ പെനയൂല. സാധാരണ എല്ലാവരും പെനയുമെന്നും പറഞ്ഞാണ് ആ കട്ട് ചെയ്യുന്നത്. പക്ഷെ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. ഇതുപോലെ വീതി കുറച്ച് തയ്ച്ചെടുത്താൽ മതി. കണ്ടോ? ഈ വീതിക്ക് തയ്ച്ചെടുത്താൽ മതി. എന്നിട്ടത് മടക്കി ഹെമ്മിങ് ചെയ്യണം. കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ ഇനി നമുക്ക് ഇതിന്റെ നെഞ്ചുവണ്ണം എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം. ഏകദേശം 44, 45 അടുത്ത് നെഞ്ചുവണ്ണം ഉണ്ട്. കറക്റ്റ് അത് മതി. ഇത് കണ്ടോ, ഞാൻ ഈ കട്ട് ചെയ്ത് നമ്മൾ ആദ്യമേ തയ്ച്ച് ആംഹോളൊക്കെ കട്ട് ചെയ്ത് ലെവലാക്കിയത് കൊണ്ടാണ്. കണ്ടോ, ആ കൈയുടെ തയ്യൽ കണ്ടോ, രണ്ടും ഒരേ ലെവലിൽ വന്നിരിക്കുന്ന കണ്ടോ. എൻ്റെ കയ്യിൽ അളവ് കൊണ്ടുവന്ന ബ്ലൗസ് ഇതാണ് അളവ് ബ്ലൗസ്. അത് ഒന്നിന്റെ താഴോട്ട് ഒന്നിന്റെ മേളിലോട്ട് ഇങ്ങനെ ഇരിക്കും. ഇതൊന്നും ചെയ്യാതെ കൈ വെച്ച് അടിച്ചിട്ട് ബോഡി വെച്ച് അടിച്ചാൽ അതിന്റെ കൈക്കുഴി തയ്യൽ കണ്ട, ഒരെണ്ണം താഴോട്ട് ഒന്ന് മേളിലോട്ട്. ഇങ്ങനെയൊക്കെ ആയാൽ കഴുത്ത് ലൂസായി പോവും, ആംഹോൾ കറക്റ്റ് ആവൂല, അങ്ങനെയൊക്കെ ഉള്ള കുഴപ്പങ്ങൾ വരും. കണ്ടോ, ഇത് ഞാൻ തയ്ച്ചത് ഒരു ഡോളിലിട്ടേക്കാണ്. ഓക്കേ.